മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് തള്ളിയ ഹൈക്കോടതി തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകി. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, സജി ചെറിയാന് തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര മന്ത്രി സജി ചെറിയാന് ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിലാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം അദ്ദേഹം ഒരു പാർട്ടി പരിപാടിയിലാണ് 2022 ജൂലൈ 3-നായിരുന്നു ആ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട തുടരന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് CBI അന്വേഷണം വേണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരു നിർണായകമായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. തുടരന്വേഷണം വേണമെന്നാണ് അത് ശരിവെക്കുക ഹൈക്കോടതി. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും ആ സജി ചെറിയാൻ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ അടക്കമുണ്ടായിരുന്നു. അതിനു പിന്നാലെ പ്രതിപക്ഷമടക്കം വലിയ വിമർശനവുമായി രംഗത്ത് വരുന്ന സാഹചര്യം. എന്തായാലും ആ കേസ് പോലീസ് അന്വേഷിക്കുന്നു. അതിൽ ആരോപിക്കുന്ന പോലെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടും കോടതി തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് കോടതി ഉത്തരവിട്ടത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം അന്ന് പറഞ്ഞത് കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം കുടച്ചക്രം എന്നെല്ലാം എഴുതി വെച്ചു എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണ് ഈ ഭരണഘടനയുടെ ഉദ്ദേശമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ആ പരാമർശമാണ് വലിയ രീതിയിൽ വിവാദമായിരുന്നത്. അതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം വരുന്നു. ആ അന്വേഷണത്തിൽ ആരോപിക്കുന്ന പോലെ തന്നെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് ഈ അന്വേഷണം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് തന്നെ പോയിരുന്നു. തുടർന്നാണ് റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചത്. അതിന് പിന്നാലെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതിയിലേക്ക് വരുന്നത്. ആ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ പരാമർശിച്ചത് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ തുടരന്വേഷണം ആവാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. എന്തായാലും ഈ കുന്തം കുടച്ചക്രം എന്ന പ്രയോഗം ഏത് സാഹചര്യത്തിൽ നിന്ന് പരിശോധിക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അന്വേഷണത്തിൽ പാളിച്ചയുണ്ടായെന്നും കോടതി നിരീക്ഷിച്ചു. എന്തായാലും പ്രസംഗം പോലീസ് വേണ്ട വിധം പരിശോധിച്ചില്ല, ദൃശ്യങ്ങളും ഓഡിയോ ക്ലിപ്പുകളും അടക്കം പരിശോധിച്ചില്ലെന്നും കോടതി നിരീക്ഷിച്ചു. എന്തായാലും 2022 ജൂലൈ 3-ന് മല്ലപ്പള്ളിയിൽ പാർട്ടി പരിപാടിയിലായിരുന്നു സജി ചെറിയാന്റെ പരാമർശം. ഭരണഘടനയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് രാജ്യത്തെ കൊള്ളിയടിക്കാൻ പറ്റിയ മനോഹരമായ ഭരണഘടന എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് വലിയ രീതിയിൽ തന്നെ വിവാദമായത്. ആ പ്രസംഗമാണ് വലിയ രീതിയിൽ തന്നെ ചർച്ചയായത്. പിന്നീട് വലിയ ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം തന്നെ ആ പരാമർശവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു. എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ജനാധിപത്യ, മതേതരത്വം, കുന്തം കുടച്ചക്രം എന്നെല്ലാം എഴുതി വെച്ചു എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണ് ഈ ഭരണഘടനയുടെ ഉദ്ദേശമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ പരാമർശം. അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് അന്വേഷണത്തിലേക്ക് വന്നത്. എന്തായാലും പോലീസിന് അവിടെ അന്വേഷണത്തിൽ പാളിച്ചു പറ്റിയെന്നാണ് കോടതി നിരീക്ഷിച്ചത്. എന്തായാലും തുടരന്വേഷണം വേണമെന്ന് തന്നെ കോടതി പറഞ്ഞിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. ആതിര, ഉണ്ണി, പോലീസിന് കൂടി ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നല്ലേ? ആഭ്യന്തര വകുപ്പിനെ അടക്കം ബാധിക്കുന്ന ഒരു നിർണായകമായിട്ടുള്ള ഉത്തരവല്ലേ ഇത്? അതിന് തീർച്ചയായും ഈ ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചു എന്ന ആരോപണം നിലനിൽക്കുന്നില്ല എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ആ രീതിയിലാണ് റിപ്പോർട്ടും സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് പൂർണ്ണമായും കോടതി തള്ളിയിട്ടുണ്ട്. എന്തായാലും ആഭ്യന്തര വകുപ്പിനെ എല്ലാം തന്നെ ഇത് ബാധിക്കുന്ന ഒരു വിഷയം തന്നെയെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കോടതിയിൽ നിന്നുള്ള ചില പരാമർശങ്ങൾ എങ്ങനെയാണ്, അന്വേഷണത്തിൽ പാളിച്ചെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. കൂടാതെ പ്രസംഗം പോലീസ് വേണ്ട വിധം പരിശോധിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ദൃശ്യങ്ങളും ഓഡിയോ ക്ലിപ്പുകളും അടക്കം പോലീസ് പരിശോധിച്ചില്ലെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച എന്ന രീതിയിലാണ് ഈ കേസിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ആ രീതിയിൽ പോലീസിനെതിരെ ഒരു വിമർശനം എന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് വേണ്ട വിധം ഇത് പരിശോധിച്ചില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത്. കൂടാതെ ഈ പ്രസംഗത്തിന്റെ വിഷ്വൽ, ഓഡിയോ അടക്കം പരിശോധിക്കുന്നതിന് നടപടിയെടുത്തില്ലെന്നും പറയുന്നു. എന്തായാലും പോലീസിന്റെ കണ്ടെത്തൽ ഭരണഘടന ആക്ഷേപിച്ച് പ്രസംഗിച്ചു എന്ന ആരോപണം നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു പോലീസിന്റെ അന്നത്തെ കണ്ടെത്തൽ. അതിന് പിന്നാലെ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും തെളിവില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അന്ന് റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിന് പിന്നാലെയാണ് ഈ തുടരന്വേഷണം വേണമെന്ന ഹർജി വരുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതിന് ഉണ്ണി, ഇനി തുടർന്നുള്ള ഒരു നടപടികൾ എങ്ങനെയായിരിക്കും? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ?
അതിനി ക്രൈംബ്രാഞ്ചിന് തന്നെ അന്വേഷണത്തിലേക്ക് പോകും. ഏറ്റവും സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് കോടതിയുടെ നടപടി അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും ആ രീതിയിൽ വളരെ വേഗം തന്നെ ഈ നിർദ്ദേശം ക്രൈംബ്രാഞ്ചിലേക്ക് വരും. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും വിശദമായ അന്വേഷണം തന്നെ ഈ വിഷയത്തിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 2022 ഈ കേസിനാസ്പദമായ ഒരു സംഭവം ഉണ്ടായത്. ഒരു പാർട്ടി പരിപാടിയിലാണ്, CPIMന്റെ പരിപാടിയിലാണ് മല്ലപ്പള്ളിയിൽ 2022 ജൂലൈ 3 സജി ചെറിയാൻ ഇത്തരത്തിൽ ഭരണഘടനയെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രസംഗം നടത്തിയത്. കുന്തം കുടച്ചക്രം എന്നൊന്നുമല്ലാതെ ആ രീതിയിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് എന്നാണ് ആ പ്രസംഗത്തിൽ പറഞ്ഞത്. ജനാധിപത്യ മതേതരത്വം കുന്തം കുടച്ചക്രം എന്നെല്ലാം എഴുതി വെച്ച് സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ആ പരാമർശം. അതാണ് വലിയ രീതിയിൽ തന്നെ വിവാദമായത്. ആ പരാമർശമാണ് പിന്നീട് വലിയ രീതിയിൽ തന്നെ ചർച്ചയായത്, വിവാദമായത്. അദ്ദേഹത്തിന്റെ ആ അധിക്ഷേപ പരാമർശത്തിലാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് നിർണായകമായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ തുടരന്വേഷണം നടത്താമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ഹർജി ഹൈക്കോടതിന് മുമ്പാകെ വന്നത്. അതിലാണ് സുപ്രധാനമായ ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ സമർത്ഥനായ ഉദ്യോഗസ്ഥൻ തന്നെ അതിന് നേതൃത്വം വഹിക്കണമെന്നും കോടതി പറയുന്നു. ആതിര. ശരി ഉണ്ണികൃഷ്ണൻ. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം മന്ത്രി സജി ചെറിയാന തിരിച്ചടി. തുടരന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. പോലീസ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി. കുന്തം കൊടച്ചക്രം എന്നീ പ്രയോഗം ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിച്ചതെന്ന് പരിശോധിക്കണമെന്നും കോടതി കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു KC ഉണ്ണികൃഷ്ണൻ.